combined footings. Okay, combined footing is provided under two or more columns. It is provided in following cases. അപ്പോൾ combined footing നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഒന്നിലധികം കോളംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഒന്നോ അതിലധികമോ ഉള്ള കോളത്തിന് കറസ്പോണ്ടിങ് ഒരൊറ്റ ഫൂട്ടിങ് കൊടുക്കും. ഓക്കെ, അതായത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒന്നിലധികം കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ഫൂട്ടിങ് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഫൂട്ടിംഗ് ആണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിങ്ങിലേക്ക് ഒന്നിലധികം കോളംസ് വന്ന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഫോളോയിങ് കേസസ്. അതിൽ ഫസ്റ്റ് വൺ, when two columns are close together such that the separate footings of the individual columns overlap. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പം രണ്ട് കോളം വളരെ അടുത്തടുത്താണെങ്കിൽ, ഓക്കെ, വളരെ അടുത്തടുത്തായിട്ടാണ് നമ്മൾ രണ്ട് കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കറസ്പോണ്ടിങ് കോളത്തിന് നമ്മൾ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ രണ്ട് ഫൂട്ടിങ്ങും തമ്മിൽ എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഓവർലാപ്പ് ആയിട്ട് വരിക എന്ന് പറയും. ഓക്കെ, ഓവർലാപ്പ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഫൂട്ടിങ്ങും ഒരേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിൽ വരാം. നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫൂട്ടിങ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ രണ്ടാമത്തെ കോളത്തിന്റെ ഫൂട്ടിങ്ങും കയറി വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് വളരെ ക്ലോസ് ആയിട്ടാണ് കോളംസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓരോ കോളത്തിന്റെ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടും പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സെപ്പറേറ്റ് ഫൂട്ടിങ്സ് നമ്മൾ കൊടുക്കാതെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത്, when the bearing capacity of soil is low enough to cause overlapping of the adjacent isolated footing. അതായത് ബെയറിംഗ് കപ്പാസിറ്റി കുറവാകുമ്പോൾ, ബെയറിംഗ് കപ്പാസിറ്റി കുറവാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാതെ നോക്കുന്ന അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയനെ ബേസ് ചെയ്തിട്ട്, അല്ലെ, നമ്മൾ ഫൂട്ടിങ്ങിന് ഏരിയ മാക്സിമം കൂട്ടുന്നതിനനുസരിച്ചിട്ട് അവിടെ ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രഷർ, ആ സോയിലിലേക്ക് വരുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാതെ കുറയ്ക്കുക ചെയ്യുന്നത്. അതായത് ഏരിയ കൂട്ടി കൊടുക്കുന്നതോറും ആ സോയിലിലേക്ക് ഈ ഫൂട്ടിങ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറഞ്ഞു വരിക ചെയ്യും. അപ്പൊ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കുറവായിട്ടുള്ള സോയിൽസിൽ നമ്മൾ മാക്സിമം ഏരിയ കൊടുക്കേണ്ടി വരും ഫൂട്ടിങ്ങിന്. ഓക്കെ, അങ്ങനെ മാക്സിമം ഏരിയ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ രണ്ട് അടുത്തടുത്തുള്ള അല്ലെങ്കിൽ രണ്ട് കോളത്തിന്റെ ഫൂട്ടിങ്ങുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യത അങ്ങനെ വരും. അതായത് ബെയറിംഗ് കപ്പാസിറ്റി കുറയുമ്പോൾ നമ്മൾ ആ ഫൂട്ടിങ്ങിന്റെ ഏരിയ വളരെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ രണ്ട് കോളംസിന്റെ ഫൂട്ടിങ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ്ങിലേക്കാണ് പോവുക. അതുപോലെ when the column is too close to a property line, building or sewer line, അതായത് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ കോളം ഏതെങ്കിലും ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ക്ലോസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതുപോലെ ബൗണ്ടറി ലൈനിലേക്കാണ് വരുന്നതെങ്കിൽ, അതുപോലെ ഇപ്പൊ വേസ്റ്റ് വാട്ടറിന്റെ എന്തെങ്കിലും ലൈൻസ് ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇൻഡിവിജ്വൽ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ആ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആയിട്ട് അതായത് ഇതൊക്കെ ഈ ബിൽഡിങ്ങും സീവർ ലൈനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും ഇൻഡിവിജ്വലി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അടുത്തുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൂട്ടിങ്ങിലേക്ക് ഇത് കമ്പൈൻ ചെയ്തിട്ട് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് 3 റീസൺസ് ആണ്. ഒന്ന്, ഇത് മെയിൻ ഓവർലാപ്പ് ചെയ്യാന്നുള്ളതാണ്. പല റീസൺസ് കൊണ്ട് ഓവർലാപ്പ് ആവാം. ഒന്ന്, ഈ ഫൂട്ടിംഗ് തമ്മിലുള്ള, അതായത് കോളം തമ്മിലുള്ള സ്പേസിങ് വളരെ അടുത്ത് വരുന്ന സമയത്ത് അതിന്റെ ഫൂട്ടിങ്സ് തമ്മിൽ ഓവർലാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കമ്പൈൻ ഫൂട്ടിങ്ങിലേക്ക് പോകും. രണ്ടാമത്തെ, ബെയറിംഗ് കപ്പാസിറ്റി കുറയുമ്പോൾ നമ്മൾ ഏരിയ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അവിടെ ഓവർലാപ്പിംഗ് വരാം. മൂന്നാമത്, പ്രോപ്പർട്ടി ലൈൻ അല്ലെങ്കിൽ സീവർ ലൈൻ ബിൽഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഫുള്ളായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഉള്ള ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോളമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, a combined footing may be rectangular or T or trapezoidal in shape. അപ്പൊ കമ്പൈൻഡ് ഫൂട്ടിങ് ഏതൊക്കെ ഷേപ്പിലാവാന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു T ഷേപ്പ് ആവാം, ഓക്കെ, റെക്ടാംഗുലർ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പ് പോവാം. മെയിൻ ആയിട്ട് റെക്ടാംഗുലർ അല്ലെങ്കിൽ ട്രപ്പീസോയിഡൽ ഷേപ്പ് ആയിരിക്കും കമ്പൈൻഡ് ഫൂട്ടിങ്ങിന് വരും. ഓക്കെ, അപ്പൊ ട്രപ്പീസോയിഡൽ ഷേപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഒരു സൈഡ്
കൂടുതലായിരിക്കും അല്ലെ, ട്രപ്പിസോയിഡ് പറയുമ്പോൾ ഒരു സൈഡ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2 കോളംസ് വരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ഏത് കോളത്തിലാണോ കൂടുതൽ ലോഡ് വരുന്നത്, ആ കൂടുതൽ ലോഡ് വരുന്ന ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അവിടെ അതിന്റെ സൈഡ് ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതായത് ട്രപ്പിസോയിഡിന്റെ ആ സൈഡ് കൂടുതൽ വരുന്നത് ആ വെയിറ്റ് കൂടുതൽ വരുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. The basic principle of design of combined footing is that the center of gravity of the footing should coincide with the center of gravity of the loads, which results in uniform base pressure distribution below the entire area of footing. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഓക്കെ അതേപോലെ ഇതിൽ വരുന്ന ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒരേ ലൈനിലൂടെ പാസ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് യൂണിഫോം ആയിട്ടുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് സാധ്യമാവുന്നത്. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങില് 3 കോളംസ് വരുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു കോളത്തിലൂടെ P1, ഒരു കോളത്തിലൂടെ P2, ഒരു കോളത്തിലൂടെ P3 അങ്ങനെയാണ് ലോഡ് വരുന്നെങ്കിൽ ആ 3 ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൻട്രോയിഡ് ഉണ്ടാവുമല്ലോ, ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൻട്രോയിഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ലോഡിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ആ ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ട് ഒരു സെൻട്രോയിഡ് ആ ഫൂട്ടിങ്ങിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ യൂണിഫോം ആയിട്ട് ആ ബേസ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് ആ ഫൂട്ടിങ്ങിന്റെ അടിയിൽ. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിങ്സ് ആർ ഓഫ് ഫോളോയിങ് ടൈപ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. അപ്പം ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും അതിൽ ഒന്നിലധികം കോളംസ് വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ട്രപ്പിസോയിഡൽ ഓർ കമ്പൈൻഡ് ഫൂട്ടിംഗ്, അതായത് അതിന്റെ ഷേപ്പ് പ്ലാൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡ് ആയിട്ടായിരിക്കും അതിന്റെ പ്ലാൻ ഉണ്ടാവുക, അതിൽ ഒന്നിലധികം കോളംസ് വന്നിട്ടുണ്ടാവും. മൂന്നാമത്തത് ബീം ആൻഡ് സ്ലാബ് ടൈപ്പ് ഫൂട്ടിംഗ്. അപ്പൊ ഇതില് ഈ കോളത്തിൽ നിന്ന് നേരെ ഒരു ബീമിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ആ ബീമിന്റെ താഴെയായിട്ട് ആ ഫൂട്ടിങ്ങിന്റെ സ്ലാബ് വരും. ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബീം ആൻഡ് സ്ലാബ് ടൈപ്പ് ഫൂട്ടിംഗ്. നാലാമത്തത് സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. സ്ട്രാപ്പ് ഫൂട്ടിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സ്ട്രാപ്പ് ബീം വെച്ചിട്ട് 2 കോളത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 2 കോളത്തിന്റെ ഫൂട്ടിങ്ങിന് സ്ട്രാപ്പ് ബീം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൽ വരുന്ന ലോഡ് വളരെയധികം കൂടുതലാണെങ്കിൽ അത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ സ്ട്രാപ്പ് ബീം കൊടുക്കുന്നതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് 4 മെയിൻ ആയിട്ടുള്ള കമ്പൈൻഡ് ഫൂട്ടിങ്. ഓക്കെ, ഇപ്പൊ ട്രപ്പിസോയിഡൽ ഫൂട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ ഓക്കെ ഏതെങ്കിലും ഒരു കോളത്തിന് ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ, ഓക്കെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള കോളത്തിന്റെ ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ ആ സൈഡ് നമുക്ക് മാക്സിമം വരുന്ന രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ സീവർ ലൈനോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ചിലപ്പോൾ ഫൂട്ടിങ്ങിന്റെ സൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ട്രപ്പിസോയിഡ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരു സൈഡ് കുറച്ചിട്ട് അനദർ സൈഡ് ഇൻക്രീസ് ചെയ്തിട്ട് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. എവിടെയാണോ റെസ്ട്രിക്ഷൻ ഉള്ളത് അവിടുത്തെ സൈഡ് നമുക്ക് കുറച്ചിട്ട് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ അനാലിസിസ് പാർട്ടാണ്. അനാലിസിസ് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അനാലിസിസ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കൺസിഡർ ദ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഷോൺ ബിലോ. ഓക്കെ, അപ്പൊ ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണുകയാണെങ്കിൽ 2 കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് റെക്ടാങ്കുലർ ആണ്. കമ്പൈൻഡ് ഫൂട്ടിംഗിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 കോളംസ് കാണാം. ഓരോ കോളത്തിലും വരുന്ന ലോഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. P1, P2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, അതിന്റെ പ്ലാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലാൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്ലാൻ കാണാം. അപ്പം ഇവിടെ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിന്റെ സെന്ററിലൂടെയാണ്. അതേപോലെ തന്നെ P2 കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളത്തിന്റെ സെന്ററിലൂടെ C1, C2 2 കോളംസ് ആണുള്ളത്. അപ്പം ഈ എൻഡിന്ന് ഈ C1 കോളത്തിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X' ആണ്. അതുപോലെ C1 കോളത്തിന്റെ സെന്ററിന്ന് ഇപ്പം G എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. G എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു റെക്ടാംഗിൾ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള രീതിയിൽ എടുത്തു. നമ്മൾ അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. X ബാർ എന്താന്നുള്ള ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ്
ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ലോഡ് വരുമ്പോൾ എങ്ങനെയാ ബെൻഡ് ചെയ്യാന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു എൻഡിലേക്ക് വരുമ്പോൾ കാൻഡിലീവറിന്റെ ഒരു ആക്ഷൻ ആണ്. അതുപോലെ ഈ മിഡിൽ പോർഷനിൽ വരുമ്പോൾ രണ്ട് എൻഡിലും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബീം അല്ലെങ്കിൽ ഒരു സ്ലാബ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇവിടെ ബെൻഡിങ് വന്നിരിക്കുന്നത്. ഈ എൻഡിലേക്ക് കാൻഡിലീവർ പോർഷൻ പോലെ. ഓക്കെ, അതായത് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എറോ മാർക്കിട്ട് മേലോട്ട് ആക്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത് സോയിൽ പ്രഷർ ആണ്, സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ്. അപ്പൊ അത് എക്സേർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ പോർഷന്റെ ബിഹേവിയർ ആണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ബെൻഡ് ചെയ്യുന്ന രീതി, കാൻഡിലീവർ പോർഷൻ ബെൻഡ് ചെയ്യുന്ന രീതി, അതുപോലെ ഇവിടെ ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു ബീം ആണെങ്കിൽ അവിടെ അത് ബിഹേവ് ചെയ്യുന്ന ബെൻഡിങ് എങ്ങനെയാണോ വരുന്നത് അതാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ആണ്, അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിരിക്കുന്നതാണ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ അവിടുത്തെ ബെൻഡിങ്ങിന്റെ ആക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഒരു കാൻഡിലീവർ തന്നെയായിരിക്കും അല്ലെ, ഈ എൻഡിൽ ഒരു കാൻഡിലീവർ പോർഷൻ, ഈ എൻഡിൽ ഒരു കാൻഡിലീവർ പോർഷൻ പോലെ തന്നെയായിരിക്കും ഇത് ബിഹേവ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ, എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ മെയിൻ ആയിട്ടുള്ളത്. ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ ഓരോ കോളത്തിൽ വരുന്ന ലോഡ് കാണിച്ചു, ഈ ലോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ല് കാണിച്ചു. ഓക്കെ, ഈ ഒരു കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് ക്യാപിറ്റൽ അല്ല എന്നുള്ളത് കാണിച്ചു. കോളത്തിന് C1 C2 മാർക്ക് ചെയ്തു. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി G എന്ന് പറഞ്ഞു മാർക്ക് ചെയ്തു. അതുപോലെ ഈ എൻഡിന്ന് ഈ C1 കോളത്തിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് X ഡാഷ് എന്ന് പറഞ്ഞു മാർക്ക് ചെയ്തു. X ബാർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്താന്നുള്ള ഞാൻ കൂടുതലായിട്ട് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ബെൻഡിങ് ആക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ കാൻഡിലീവർ പോലെ വരുന്നതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കൺസിഡർ ദ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഷോൺ ബിലോ. The footing carries an upward base pressure and acts like a beam supported on two columns and cantilevering beyond in the longitudinal direction. അപ്പൊ ഇവിടെ ഫൂട്ടിങ്ങിൽ വരുന്നത് അപ്വേർഡ് ആയിട്ടുള്ള ബേസ് പ്രഷർ ആണ്. അത് ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കോളത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ബീം പോലെയാണ് ആ സെന്റർ പോർഷൻ ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻ കാൻഡിലീവർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്. അതേപോലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഫൂട്ടിംഗ് ആക്ട്സ് ലൈക്ക് എ കാൻഡിലീവർ സപ്പോർട്ടഡ് കോളം. അപ്പം ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഇത് കാൻഡിലീവർ പോലെ തന്നെയാണ്, അതായത് കോളത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാൻഡിലീവർ ബീം അല്ലെങ്കിൽ സ്ലാബ് പോലെ തന്നെയാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ രണ്ട് സപ്പോർട്ടിൽ ഇടയ്ക്ക് വരുന്ന ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഈ എൻഡിലേക്ക് കാൻഡിലീവർ പോർഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ദ കോളം C1 carries a load P1 and C2 carries P2. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു C1 എന്ന് പറയുന്ന കോളം P1 എന്ന് പറയുന്ന ലോഡും C2 എന്ന് പറയുന്ന കോളം P2 എന്ന് പറയുന്ന ലോഡും ക്യാരി ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യാം. The footing is proportioned in such a way that center of gravity of the load system coincides with the center of gravity of the footing. അപ്പൊ ഈ ഫൂട്ടിംഗ് പ്രൊപ്പോർഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? ആ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ ലോഡിന്റെ ആ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിൽ വരുന്ന ലോഡ്സിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒരേ ലൈനിലാണ് വരുന്നത് എന്നുള്ള ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാ വരിക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദ റിസൾട്ടന്റ് ലോഡ് P1 plus P2 ഫ്രം കോളം C1 X bar is equal to P2 into L divided by P1 plus P2. അതായത് സെൻട്രോയിഡിന്റെ, അതായത് റിസൾട്ടന്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ലോഡല്ലേ ആക്ട് ചെയ്യുന്നത്, P1 plus P2. അതായത് ഒരു കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് P1 ഉം അനദർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് P2 ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടന്റ് ലോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? P1 plus P2 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ലോഡ്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്നത് എവിടെയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എവിടെയാന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെമ്പറിൽ കുറച്ച് നമ്പർ ഓഫ് ലോഡ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ നമ്പർ ഓഫ് ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആ റിസൾട്ടന്റ് ഫോഴ്സ് ആ കറസ്പോണ്ടിങ് പോയിന്റും തമ്മിൽ ഉണ്ടാക്കുന്ന മൊമെന്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഒരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ് ഏതൊക്കെയുണ്ട്? P1 P2 ഉണ്ട് അല്ലെ. അപ്പൊ P1 ഇൻറ്റു ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് P2 ഇൻറ്റു ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഏതൊക്കെ ലോഡുകൾ ഉണ്ടോ ആ ലോഡിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു.
ഓക്കെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള ആ കൺസെപ്റ്റ് പറയുന്നത്, അതായത് ഇപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന P1 + P2 ആയിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആക്ട് ചെയ്യുക ഇതിന്റെ ഇടയ്ക്ക് അല്ലെ. അപ്പൊ ആ റിസൾട്ടന്റ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ആ കറസ്പോണ്ടിങ് പോയിന്റ് ആയിട്ട് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടായ മൊമെന്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്, ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം. അപ്പൊ ഞാനിവിടെ P1 ആക്ട് ചെയ്യുന്ന, അതായത് C1 എന്ന് പറയുന്ന കോളത്തിന്റെ സെൻട്രോയിഡ് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് P1 ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കുകയാണ്. മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ P1 ഇൻറ്റു ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അപ്പൊ P1 ഇൻറ്റു 0. അടുത്ത ഇവിടെ P2 എന്ന് പറയുന്ന ലോഡ് ഉണ്ട്, P2 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് P1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. അപ്പൊ P2 ഇൻറ്റു L ആണ് എക്സ്റ്റേണൽ ലോഡ് കാരണം ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് വരുന്ന മൊമെന്റ്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, P1 + P2 എന്നുള്ളതായിരിക്കും. അപ്പൊ P1 + P2 എവിടെയാണോ ആക്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് ഈ P1 ആക്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടന്റ് ലോഡിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള P2 ഇൻറ്റു L ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു തിയറി. ഓക്കെ, അപ്പൊ P1 + P2 ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ആക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ആ ഡിസ്റ്റൻസ് X ബാർ ആണെന്ന് എടുത്തു. അപ്പൊ X ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, അപ്പം P2 ഇൻറ്റു L ഈക്വൽ ടു എന്തായിരിക്കും, P1 + P2 ഇൻറ്റു X ബാർ എന്നുള്ളതായിരിക്കുമല്ലോ. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. അതായത് ഇപ്പൊ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള മൊമെന്റ് എടുക്കുമ്പോൾ ഒരു നമ്പർ ഓഫ് ലോഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എലമെന്റിൽ ആ നമ്പർ ഓഫ് ലോഡ്സിന്റെ മൊമെന്റ് ആ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് എടുക്കുമ്പോൾ ആ എത്ര ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സും ആ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റേണൽ ആക്ട് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ ലോഡിന്റെ എടുത്തിട്ട് മൊമെന്റ് ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ദ മൊമെന്റ് കോസ്ഡ് ബൈ ദ റിസൾട്ടന്റ് ഫോഴ്സ് ടു ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞാൽ P1 + P2 ഇൻറ്റു X ബാർ, റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്ന P1 + P2 ആണ്. P1 + P2 ഇൻറ്റു X ബാർ വിൽ ബി ഈക്വൽ ടു P2 ഇൻറ്റു L. അതായത് ഈ P1 എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ഓഫ് ദ റിസൾട്ടന്റ് ലോഡ് ഫ്രം ദ കോളം C1, അതായത് C1 കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ C1 കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ C1 കറസ്പോണ്ടിങ് ആയിട്ടാണ് P1 ആക്ട് ചെയ്യുന്നത്. അപ്പൊ P1 ഇൻറ്റു 0 ആയിരിക്കും, P2 ഇൻറ്റു L ആയിരിക്കും അവിടെ വരുന്ന മൊമെന്റ്. പിന്നെ റിസൾട്ടന്റ് കാരണമുള്ള മൊമെന്റ് എന്ന് പറയുന്നത് P2 ഇൻറ്റു L ഈക്വൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്ന P1 + P2 ആണ്. ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡ് ഈ ഒരു പോയിന്റ് നിന്ന് X ബാർ ആണെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ P1 + P2 ഇൻറ്റു X ബാർ ആയിരിക്കും ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ്. ഓക്കെ, അപ്പൊ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. P1 + P2 ഇൻറ്റു X ബാർ ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു L എന്നുള്ളത് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ X ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് P2 ഇൻറ്റു L ഡിവൈഡ് ബൈ P1 + P2 എന്നുള്ളതായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ദ റിസൾട്ടന്റ് ലോഡ് P1 + P2 ഫ്രം കോളം C1. X ബാർ ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു L ഡിവൈഡ് ബൈ P1 + P2 എന്നുള്ളതാണ്. ഓക്കെ, therefore the point G should be the center of gravity of footing. അതായത് ഈ ലോഡിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം. അതായത് അത് രണ്ടും ഒരേ ലൈനിലായിരിക്കണം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോയിഡ് എങ്കിൽ, ഓക്കെ, അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സെൻട്രോയിഡ് എങ്കിൽ G എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ X ബാർ പ്ലസ് X ഡാഷ് പ്ലസ് X ബാർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, ഈ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ X ബാർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ലോഡിന്റെ സെൻട്രോയിഡ് ആണ്. ഓക്കെ, അതായത് C1 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് G എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇതിന്റെ ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ G തന്നെ ആയിരിക്കും നമ്മൾ ഈ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് എന്നുള്ളതാണ്. അപ്പൊ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഈ സ്പാൻ L ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് L ആണെങ്കിൽ L/2 ഈ G എന്ന് പറയുന്ന പോയിന്റ് വന്നിട്ടുണ്ടാവുക. ലോഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ X ബാർ പ്ലസ് X ഡാഷ് ആയിരിക്കും ഈ Gയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ ഒരു എൻഡിൽ നിന്ന്. ഓക്കെ, അതേപോലെ ഈ ഒരു റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ എൻഡിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ L ആണെങ്കിൽ L/2 ഈ G എന്ന് പറയുന്ന പോയിന്റ് വരിക. അപ്പൊ ഈ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ പ്രിൻസിപ്പൾ പ്രകാരം ഈ X ബാർ പ്ലസ് X ഡാഷ് എന്ന് പറയുന്നത് L/2 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് therefore the point G should be the center of gravity of footing. അതായത് G എന്ന് പറയുന്നത് ആ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ G എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നത് ആ ഒരു ലോഡിന്റെ സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ
ആ സെയിം ജി തന്നെയായിരിക്കും ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും വരിക എന്നുള്ളതാണ്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് നമുക്ക് L/2 എന്ന് പറഞ്ഞെടുക്കാം, റെക്ടാങ്കുലർ ആയതുകൊണ്ട്, ഇതിന്റെ സൈഡ് L ആയതുകൊണ്ട്. അതേപോലെ ഇതിന്റെ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സെൻട്രോയിഡ് എന്ന് പറയുന്ന എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു വാല്യൂയും കൂടി ഉണ്ട് ഈ എൻഡിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പൊ എക്സ് ഡാഷ് പ്ലസ് എക്സ് ബാർ ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെയുള്ള L/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പൊ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ അനാലിസിസും അതിന്റെ ഡിസൈനും വരിക. അപ്പൊ ഇവിടെ നമുക്ക് L ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, 2 ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് എക്സ് ബാർ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ L എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 2 ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് എക്സ് ബാർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച്. ഓക്കെ, അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് കമ്പൈൻഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ അനാലിസിസ് ആൻഡ് ഡിസൈൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി L/2 ഞാൻ മാർക്ക് ചെയ്തു, രണ്ട് എൻഡിൽ L/2 മാർക്ക് ചെയ്തു. അതുപോലെ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് ഡാഷ്, ജിയിലേക്കുള്ള എക്സ് ബാർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഓരോ സെക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ഓരോ സെക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിഡ്ത്ത് എന്നുള്ള ഞാൻ B എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഈക്വലന്റ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കും. ഇനി ഇതിന്റെ അനാലിസിസ് പാർട്ട് എങ്ങനെയാ കൂടുതലായിട്ട്, അതായത് എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അതുപോലെ മാക്സിമം ഷിയർ ഒക്കെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ദ ഫൂട്ടിംഗ് ഈസ് ഡിസൈൻഡ് ബൈ കൺസിഡറിംഗ് ഇറ്റ് ടു ബി എ ബീം ഓഫ് വിഡ്ത്ത് D and the maximum values of bending moment and shear force are calculated at the critical section. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ, ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. നമ്മളിവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൂട്ടിംഗ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഒരു ബീമായിട്ട്. ഓക്കെ, ആ ബീമിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ഒരു വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. And the maximum values of bending moment and shear force are calculated at the critical section. പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റിന്റെയും ഷിയർ ഫോഴ്സിന്റെയും ക്രിട്ടിക്കൽ സെക്ഷൻസ് എവിടേക്കാണ് വരിക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാക്സിമം വാല്യൂസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ ഫൂട്ടിങ് കാൻഡിലിവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഫേസ് ഓഫ് ദ കോളത്തിലാണ് നമ്മൾ എടുക്കുക. അതായത് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിട്ട് കാൻഡിലിവർ ആക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഇതിന്റെ ഫേസ് ഓഫ് ദ സെക്ഷനിലാണ്, കോളത്തിന്റെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എടുക്കും. ഷിയറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ ഷിയറിന്റെ കേസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ദ ഫൂട്ടിംഗ് ഈസ് കൺസിഡർഡ് ആസ് കാൻഡിലിവർ പ്രൊജക്ടിംഗ് ഫ്രം ദ കോളം സപ്പോർട്ട് ആൻഡ് ദ ബെൻഡിങ് മൊമെന്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. ഓക്കെ, ഇനി ഓരോ ക്രിട്ടിക്കൽ സെക്ഷൻ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ദ ക്രിട്ടിക്കൽ സെക്ഷൻസ് ഫോർ മൊമെന്റ് ആർ അറ്റ് ദ ഫേസ് ഓഫ് ദ കോളംസ് ആൻഡ് നിയർ ദ മിഡ് സ്പാൻ. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെന്റ്. ഓക്കെ, മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിലും അതുപോലെ തന്നെ മിഡ് സ്പാനിലും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ ഏതൊക്കെയാന്ന് അവിടെ പറഞ്ഞ 1, 1, 2, 2, 4, 4, 5, 5 ആൻഡ് 3, 3. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഫേസ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ്, ഓക്കെ, ഫേസ് ഓഫ് ദ കോളത്തിലാണ് കാൻഡിലിവർ ആകുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ വരിക. അപ്പോൾ ആ സെക്ഷൻസ് 1, 1 ഈ കോളത്തിന്റെ ഫേസിലാണ്, ഈ 2, 2 എന്ന് പറയുന്നതിന്റെ ഫേസിലാണ്. അതേപോലെ ഇവിടെ 4, 4 എന്ന് പറയുന്നത് ഇതിന്റെ ഫേസിലാണ്, 5, 5 എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിന്റെ ഫേസിലാണ്. അതേപോലെ ഈ ഒരു പോർഷൻ നമ്മൾ ഈ കോളത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ബീം പോലെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിന്റെ സെന്ററിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. ഓക്കെ, ഇതിന്റെ മിഡ് സ്പാനിൽ. അപ്പൊ അതിനെ 3, 3 എന്നുള്ള രീതിയിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ബെൻഡിങ് മൊമെന്റിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത് 1, 1, 2, 2, 3, 3, 4, 4, 5, 5. ഓക്കെ, കാൻഡിലിവർ ആക്ഷൻ വരുന്ന സ്ഥലത്തൊക്കെ ഫേസ് ഓഫ് ദ സപ്പോർട്ടിലും അതുപോലെ ബെൻഡിങ് ആക്ഷൻ, അതായത് നോർമലി ഉള്ള ഒരു ബീമിന്റെ ടൈപ്പ് ബെൻഡിങ് ആക്ഷൻ വരുന്നിടത്ത് മിഡ് സ്പാനിലും ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെക്ഷൻ 1, 1, 2, 2, 4, 4, 5, 5 ആൻഡ് 3, 3 ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മൊമെന്റ് ആർ അറ്റ് ദ ഫേസ് ഓഫ് ദ കോളംസ് ആൻഡ് നിയർ ദ മിഡ് സ്പാൻ. രണ്ടാമത്തെ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ. വൺ വേ ഷിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. അപ്പൊ വൺ വേ ഷിയറിന്റെ കേസ് നമുക്കറിയാം, ക്രിട്ടിക്കൽ സെക്ഷൻ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് ഓഫ് ദ കോളത്തിന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പൊ d ഡിസ്റ്റൻസ് മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 7ഉം 6ഉം ഞാൻ ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, d ഡിസ്റ്റൻസ് മാറി. ഓക്കെ, അപ്പൊ അത് ചുറ്റും വരും. ആക്ച്വലി
ഓരോ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. 7, 7 and 6, 6 will be the section for maximum critical section corresponding to one way shear. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് പഞ്ചിങ് ഷിയർ വരും. പഞ്ചിങ് ഷിയറിന്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുക ഏതാണോ ഹെവിയർ ആയിട്ടുള്ള കോളം, ഏത് കോളത്തിലാണ് മാക്സിമം ലോഡ് വരുന്നത്. ഇപ്പം P1 P2 ഉണ്ട്, അതിൽ ഏതാണോ മാക്സിമം വാല്യൂ. ഓക്കെ, P1 എന്ന് പറയുന്ന C1 കോളത്തിൽ വരുന്ന ലോഡാണ്, P2 എന്ന് പറയുന്ന C2 കോളത്തിൽ വരുന്ന ലോഡാണ്. അപ്പൊ ഏതിലാണോ മാക്സിമം ലോഡ് വരുന്നത് ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഞ്ചിങ് ഷിയർ ചെക്ക് ചെയ്യും, അതായത് 2-way ഷിയർ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യും. അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെ വരിക, ഫേസ് ഓഫ് ദ കോളത്തിന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ ഒരു കോളമാണ് ലോഡ് കൂടുതൽ വരുന്നത് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് അതിന്റെ ചുറ്റും ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്യും. ABCD എന്ന് പറയുന്നതായിരിക്കും 2-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരം ക്രിട്ടിക്കൽ സെക്ഷൻ വരിക, D/2 ഡിസ്റ്റൻസ് മാറിയിട്ട്. അപ്പൊ അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദ ഹെവിയർ കോളം ഈസ് ചെക്ക്ഡ് ഫോർ പഞ്ചിങ് ഷിയർ അറ്റ് എ ഡിസ്റ്റൻസ് D/2 ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം, ABCD എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും സെക്ഷൻ. അപ്പൊ 3 സെക്ഷൻ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, 1-way ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട്, 2-way ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ കേസിൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അനാലിസിസിൽ അതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഈ ഫൂട്ടിങ്ങിന്റെ ഡിസൈനിലുള്ള കമ്പൈൻ ഫൂട്ടിങ്ങിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും അതുപോലെ തന്നെ ലോഡിന്റെ സെൻട്രോയിഡും ഒരേ ലൈനിലൂടെ പാസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ L = 2 × x bar + x' എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിയത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക. അതിനുശേഷം അതിൽ റെക്ടാങ്കുലറിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ അതിന്റെ ഓരോ പോർഷനിലും വരുന്ന ക്രിട്ടിക്കൽ സെക്ഷൻസ് നമ്മൾ എടുത്തിട്ട് ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് 1-way ഷിയറിനും 2-way ഷിയറിനും കറസ്പോണ്ടിങ് ആയിട്ട് അത് ഡിസൈൻ ചെയ്യുന്നതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, നേരത്തെ നമ്മൾ റെക്ടാങ്കുലറിന്റെ എടുത്തതുപോലെ തന്നെ ഇതൊരു ട്രപ്പീസോയിഡൽ ഫൂട്ടിങ്ങിന്റെ സെക്ഷനും പ്ലാനുമാണ് വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 2 കോളംസ് കാണാം, C1 C2. അതിലേക്ക് വരുന്ന ലോഡ് P1 P2 എന്നുള്ള രീതിയിൽ കാണാം. ഓക്കെ, അതേപോലെ ഇതിന്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് കുറവായിരിക്കും A അല്ലെ, അനദർ സൈഡ് B ആയിരിക്കും. അതുപോലെ ഇതിന്റെ അകത്ത് കോളംസിന്റെ പോർഷൻസ് പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി G എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്ന L ആണ്. ഓക്കെ, അതുപോലെ C1ലേക്കുള്ള ഈ എൻഡ് എന്നുള്ള ഡിസ്റ്റൻസ് X ബാറും ഈ എൻഡ് എന്നുള്ള ഡിസ്റ്റൻസ് X ഡാഷും ഈ ഡിസ്റ്റൻസ് X" എടുത്തിട്ടുണ്ട്. ഈ 2 കോളംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ L എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നേ റെക്ടാങ്കുലർ കേസിൽ എടുത്ത പോലെ തന്നെ L എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ C1 എന്ന് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് X ബാർ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്, നമ്മൾ റെക്ടാങ്കുലറിൽ എടുത്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ട്രപ്പീസോയിഡിൽ 2 സൈഡും ഡിഫറെന്റ് ആയിരിക്കും. അതിൽ ഒന്ന് A ഒന്ന് B ആയിരിക്കും. ഓക്കെ, കോളം കാണിച്ചു. ആ കോളത്തിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ബാർ ആണ്. ഓക്കെ, അത് നമ്മൾ റെക്ടാങ്കുലറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക, X ബാർ വരും. അതുപോലെ ഈ എൻഡിൽ നിന്ന് കോളത്തിന്റെ സെന്ററിലേക്ക് X', അതുപോലെ ഈ കോളങ്ങൾ തമ്മിലുള്ള കോളത്തിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് L, അതേപോലെ ഈ എൻഡിൽ നിന്ന് C2 കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ് X'. ഓക്കെ, ടോട്ടൽ L. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ അനാലിസിസ് പാർട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. The area of footing is decided such that the pressure on the soil does not exceed the bearing capacity of the soil. As usual ചെയ്യുന്നത് പോലെ തന്നെ ഏരിയ ഓഫ് ഫൂട്ടിങ് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാത്ത രീതിയിൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ ഒരു പർട്ടിക്കുലർ ലോഡ് ലൈക്ക് ഇത്ര kN/m² എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ആകുമ്പോൾ ആ ട്രാൻസ്ഫർ ആവുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു സൈസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ ഇവിടെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി Q0 = P1 + P2 ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, അതായത് ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഇതിനേക്കാളും കൂടാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതില് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമെൻഷൻ കാണാം, എയും ബിയും ആണ് ഡയമെൻഷൻ അല്ലെ. അപ്പൊ ഈ ഒരു ട്രപ്പീസോയിഡൽ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ 2 സൈഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് A + B എടുത്തിട്ട് ഇതിന്റെ ആവറേജ് എടുക്കും അല്ലെ, A + B/2 എടുത്തിട്ട് ഇൻറ്റു L ചെയ്യാന്നുള്ളതാണ് ട്രപ്പീസോയിഡലിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും.
അതായത് P1 പ്ലസ് P2 ആ കോളത്തിലൂടെ വരുന്ന ടോട്ടൽ ലോഡാണ് ഡിവൈഡഡ് ബൈ അതിന്റെ ഏരിയ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഏരിയ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിക്ക് ഇക്വലന്റ് ആയിട്ട്, അതായത് ഈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും ഈ ഒരു വാല്യൂ കൂടുന്നില്ല എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ എയും ബിയും കിട്ടുന്നത് അതിനേക്കാളും കുറയാതെ അതിനേക്കാളും കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. കാരണം സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാതിരിക്കാൻ. അപ്പൊ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഏരിയ എന്ന് പറയുന്നത് മിനിമം ആ Q0ക്ക് ഈക്വലന്റ് എങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതിനേക്കാളും കൂടുതൽ റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാതെ സേഫ് ആയിട്ട് നിന്നോളും എന്നുള്ളതാണ്. അപ്പൊ Q0 = P1 പ്ലസ് P2 ഡിവൈഡ് ബൈ A പ്ലസ് B ബൈ 2 ഇൻറ്റു L. അപ്പം A പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? A പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ ഡിവൈഡ് ബൈ 2 ആയതുകൊണ്ട് മേലോട്ട് വരുമ്പം 2 ഇൻറ്റു P1 പ്ലസ് P2 എന്നുള്ള രീതിയിലാവും. ഡിവൈഡ് ബൈ Q0 സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇപ്പുറത്തേക്ക് വരുമ്പോൾ Q0 ഇൻറ്റു L എന്നുള്ള രീതിയിലാവും. അപ്പം ഈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാത്ത രീതിയിലുള്ള ഒരു ഡയമെൻഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ A പ്ലസ് ബി = 2 ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡ് ബൈ Q0 ഇൻറ്റു L എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, A പ്ലസ് ബി = അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ വെക്കാം. അതേപോലെ ഇപ്പൊ നമ്മൾ മുന്നത്തെ ഇതിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ എക്സ് ബാർ എന്ന് പറയുന്നത് ഈ കോളം 1 നിന്ന് ഈ ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എക്സ് ബാർ = ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ്സ് ഫ്രം C1. ഓക്കെ, C1 എന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക്, ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. നമ്മൾ റെക്ടാംഗിൾ എടുത്ത പോലെ തന്നെ. അപ്പൊ എക്സ് ബാർ = നമുക്കറിയാം ഈ ഇക്വേഷൻ എങ്ങനെയാ കിട്ടുന്നത് എന്നുള്ളത്. ആ റിസൾട്ടന്റ് ലോഡിന്റെ C1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന മൊമെന്റ്, അതാണ് P1 പ്ലസ് P2 ഇൻറ്റു എക്സ് ബാർ. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ആ C1 എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഡുകൾ ഉണ്ടാക്കുന്ന മൊമെന്റ് അല്ലെ. അപ്പൊ ഇവിടെ P2 എന്ന് പറയുന്ന ലോഡ് മാത്രമേ ഉള്ളൂ. P1 C1 തന്നെ ആയതുകൊണ്ട് അവിടെ P1 ഇൻറ്റു 0 ആയിരിക്കും, പ്ലസ് P2 ഇൻറ്റു L ആയിരിക്കും ആ C1 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മൊമെന്റ്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സും ആ കറസ്പോണ്ടിങ് പോയിന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന മൊമെന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് P1 പ്ലസ് P2 ആണ്. അപ്പൊ P1 പ്ലസ് P2 ഇൻറ്റു റിസൾട്ടന്റ് ലോഡിന്റെ സെൻട്രോയിഡിലേക്കുള്ള, അല്ലെങ്കിൽ ആ റിസൾട്ടന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് C1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അപ്പം P1 പ്ലസ് P2 ഇൻറ്റു എക്സ് ബാർ = P2 ഇൻറ്റു L എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് എക്സ് ബാർ = P2 ഇൻറ്റു L ബൈ P1 പ്ലസ് P2. സെയിം ആസ് റെക്ടാംഗുലറിന്റെ കേസ് തന്നെ എക്സ് ബാർ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ്സ് ഫ്രം ദ ലെഫ്റ്റ് എഡ്ജ് A. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ്സ് ഫ്രം ലെഫ്റ്റ് എഡ്ജ് A എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എഡ്ജ് നിന്ന്, അതായത് A എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള, ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ഡാഷ് പ്ലസ് എക്സ് ബാർ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, x ഡാഷ് പ്ലസ് എക്സ് ബാർ. അപ്പൊ എക്സ് ബാറിനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ് ബാർ പ്ലസ് എക്സ് ഡാഷ് പ്ലസ് എക്സ് ബാറിന്റെ P2 ഇൻറ്റു L ബൈ P1 പ്ലസ് P2 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് ബാറിന് പകരം. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. പിന്നെ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫൂട്ടിങ്ങും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡും സെയിം ലൈനിലൂടെ പാസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് നമുക്ക് കണ്ടുപിടിക്കാം. ഓൾസോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് ഫ്രം ദ ലെഫ്റ്റ് എഡ്ജ് A, അതായത് ലെഫ്റ്റ് എഡ്ജ് എന്നുള്ള ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കണം. ഇപ്പൊ റെക്ടാംഗിളിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ ആ ലെങ്ത് L ആണെങ്കിൽ L/2 എന്നുള്ളതായിരിക്കും ആ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്ന സ്ഥലം. എന്നാൽ ഇവിടെ രണ്ട് സൈഡും ഡിഫറെന്റ് ആയതുകൊണ്ട് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഫോളോ ചെയ്യാം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരു ട്രപ്പിസോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ A എന്ന് പറയുന്ന എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇപ്പൊ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാ വരിക, A പ്ലസ് 2B, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് B, അതിന് ഇൻറ്റു 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ A പ്ലസ് 2B ഡിവൈഡ് ബൈ A പ്ലസ് B ഇൻറ്റു L/3 എന്നുള്ളതാണ് ഇക്വേഷൻ. L എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. അപ്പം ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് 2A ആയിരിക്കും വരിക. ഓക്കെ, അതാ വ്യത്യാസം. ഈ സൈഡിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 2B ആയിരിക്കും. A പ്ലസ് 2B ഡിവൈഡ് ബൈ A പ്ലസ് B ഇൻറ്റു L/3. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് ഫ്രം ലെഫ്റ്റ് എഡ്ജ് A, ട്രപ്പിസോയിഡലിന്റെ ഇക്വേഷൻ ആണ് A പ്ലസ് 2B ഡിവൈഡ് ബൈ A പ്ലസ് B ഇൻറ്റു L/3. ഓക്കെ, അതായത് ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലെഫ്റ്റ് എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസ് ആണിത്, A പ്ലസ് 2B ഡിവൈഡ് ബൈ A പ്ലസ് B ഇൻറ്റു L/3. അപ്പൊ നമ്മളെ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ കൺസെപ്റ്റ് പ്രകാരം, കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് പ്രകാരം ലോഡ്സിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ
ഈ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെയിം ആയിട്ട് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 3ഉം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3ഉം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 2 and 3 നമുക്ക് ഈ ഒരു രീതി കിട്ടും. x dash plus p2 into l by p1 plus p2 is equal to a plus 2b divided by a plus b into l by 3. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. x dash plus p2 into l divided by p1 plus p2 is equal to a plus 2b by a plus b into l by 3. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 നോക്കുകയാണെങ്കിൽ a plus b is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ a is equal to എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ b is equal to എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന എയോ ബിയോ ഈ ഒരു ഇക്വേഷനിൽ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്താനായിട്ട് പറ്റും ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ എൻ്റെയോ ബിൻ്റെയോ വാല്യൂ എക്ക് കറസ്പോണ്ടിങ്, ഇപ്പം ബിന്റെ വാല്യൂ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്റെ വാല്യൂ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ ഇപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇക്വേഷന്റെ അകത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും, ഈ ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത്. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം ഇപ്പൊ നമ്മൾ 2ഉം 3 ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന 4ഉം തമ്മിൽ കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും അതിന്റെ അകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ട്രപ്പീസോയിഡൽ ഫൂട്ടിങ്ങിൽ കോളത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ലോഡ് വരുവാണെങ്കിൽ അത് സേഫ് ആയിട്ട് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡും അതുപോലെ തന്നെ ആ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു ലൈനിൽ വരുന്ന രീതിയിൽ സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഇത്ര കൊടുക്കണം, ബി ഇത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ എയും ബിയും അൺനോൺ ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് തന്നെയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന രീതി തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്തിട്ട് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ വൺസ് എ ആൻഡ് ബി ആർ ഫിക്സ്ഡ് ദ ഫൂട്ടിംഗ് ഈസ് ഡിസൈൻ ഓൺ ദ സെയിം പ്രിൻസിപ്പിൾസ് ആസ് ദോസ് ഓഫ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. അപ്പൊ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കിളിന്റെ അതിൽ കൺസെപ്റ്റ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ കേസിൽ എടുത്തിരിക്കുന്ന അതേ കൺസെപ്റ്റ്, അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെന്റ്, 1 way shear 2 way shear കൺസെപ്റ്റ് എടുത്തിട്ട് നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് കമ്പൈൻഡ് ആയിട്ടുള്ള ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങില് നമ്മൾ അനാലിസിസിൽ വരുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇതിന്റെ സൈഡും അതുപോലെ തന്നെ നമ്മൾ റെക്ടാങ്കിളിൽ ചെയ്യുന്ന പോലെ തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻസും ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും, അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ അനാലിസിസ് അതായത് ഡിസൈനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം റെക്ടാങ്കുലറിന്റെ കേസിലാണെങ്കിൽ അതിലൊരു കറസ്പോണ്ടിങ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അതിന്റെ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ L is equal to 2 into x dash plus x bar എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും ഇതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ റെക്ടാങ്കുലറിന്റെ കേസിൽ വരുന്നത്. അതുപോലെ ക്രിട്ടിക്കൽ സെക്ഷൻസ് എവിടെയൊക്കെയാ വരുന്നത്, ഏതൊക്കെ സ്ഥലത്തുള്ള മൊമെന്റ്സും ഷിയറും ഒക്കെയാണ് അനലൈസ് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളതും നമുക്ക് ക്ലിയർ ആണ്. അതിനനുസരിച്ചായിരിക്കും ഡിസൈൻ വരിക. അതുപോലെ കമ്പൈൻഡിന്റെ കേസിൽ നമ്മൾ എയും ബിയും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്ന് അതിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാത്ത രീതിയിലുള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കും. അതുപോലെ നമ്മൾ ഇത് ഈ ലോഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ ലൈനിൽ വരുന്നുള്ള കൺസെപ്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എ ആൻഡ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ, അതുപോലെ റെക്ടാങ്കുലറും ട്രപ്പിസോയിഡലും ആയിട്ടുള്ള കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ അനാലിസിസ് ആൻഡ് ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ.